ബസിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട ദീപക് എന്ന യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വലിയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. തിരക്കുള്ള ബസിൽ യുവാവ് ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച യുവതിക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ബസിലെ ദൃശ്യങ്ങൾ യുവതി പ്രചരിപ്പിച്ചതോടെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും വ്യൂസിനും വേണ്ടിയാണ് യുവതി വീഡിയോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് എന്നാണ് ദീപകിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. സംഭവത്തിൽ യുവാവിനെ പിന്തുണച്ച് നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുന്നത്. കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി നീങ്ങാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അപമാനിച്ചത് ഒട്ടും അംഗീകരിക്കാൻ ആവില്ല എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത്. ഇപ്പോഴിതാ യുവതിയുടെ പ്രവൃത്തിയെ വിമർശിച്ച് എഴുത്തുകാരിയായ ഡോക്ടർ സൗമ്യ സരിനും രംഗത്തെത്തി. വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതിലൂടെ യുവാവിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ജീവിതമാണ് നശിപ്പിച്ചത് എന്നും യഥാർത്ഥത്തിൽ നീതി കിട്ടേണ്ട സ്ത്രീകൾക്ക് അതില്ലാതാക്കിയെന്നും സൗമ്യ വിമർശിക്കുന്നു. ഒരാൾക്ക് നേരെ അതിക്രമം നടന്നാൽ അതിന് തീർപ്പുണ്ടാക്കേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്നും സൗമ്യ ഓർമ്മിപ്പിക്കുന്നു. സൗമ്യ സരിന്റെ ഫേസ്ബുക്ക് പേജിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ബസിൽ വെച്ച് മോശമായി പെരുമാറി എന്ന് കാണിച്ച് യുവതി പോസ്റ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാം റീലിലെ യുവാവ് ആത്മഹത്യ ചെയ്തു. ആദ്യമേ പറയട്ടെ, ഒരാൾക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ അതിന് തീർപ്പുണ്ടാക്കേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ. ഇത് കോടതിയോ നിയമ സംവിധാനമോ അല്ല. ഇവിടെ ഉണ്ടാകുന്ന തീർപ്പുകൾക്ക് ഇതുപോലെ ജീവന്റെ വിലയുണ്ട്. നമുക്ക് നേരെ ഒരു അതിക്രമം നടന്നാൽ നിങ്ങൾക്ക് അത് വീഡിയോ എടുക്കാം, ആരും കുറ്റം പറയില്ല. പക്ഷേ അത് തെളിവിനായി മാത്രമാകണം. അല്ലാതെ അത് പരസ്യമായി പോസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ ഉദ്ദേശം തന്നെ സംശയിക്കപ്പെടും എന്നതിൽ തർക്കമില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇന്ന് ഇത്തരത്തിൽ ഒരു വീഡിയോ പ്രചരിപ്പിച്ചാൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നതാണ്. വധശിക്ഷ വരെ വിധിച്ചു കളയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിൽ കാണിക്കുന്ന വ്യക്തിക്ക് എന്തൊക്കെ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും എന്നത് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. ഈ വീഡിയോ നശിപ്പിച്ചത് ഒരു യുവാവിന്റെയും അവന്റെ മാതാപിതാക്കളുടെയും ജീവിതം മാത്രമല്ല, ഈ നാട്ടിൽ യഥാർത്ഥത്തിൽ പല രീതികളിൽ ശാരീരിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി കൂടിയാണ്. ഇങ്ങനെയുള്ള കേസുകൾ കൂടുമ്പോൾ യഥാർത്ഥ കേസുകൾ പോലും സംശയമുനയിലാകും. സമൂഹത്തിന് ഇതിനെതിരെ പ്രതികരിക്കാൻ കൂടി തോന്നാതെയാകും. ഇത് യഥാർത്ഥ വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യമാകുകയുള്ളൂ. കുട്ടിക്കാലം മുതൽ സ്കൂളിൽ പോയിരുന്നത് ലൈൻ ബസ്സിലാണ്. എത്രയോ തവണ ഇത്തരത്തിൽ ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം എന്നറിയാതെ കരഞ്ഞിട്ടുണ്ട്, പകച്ചു പോയിട്ടുണ്ട്. ഇന്നും അത് അനുഭവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പക്ഷെ അതിനുള്ള വഴി ഇതല്ല. ഇവിടെ ഒരു നിയമ സംവിധാനമുണ്ട്. വീഡിയോ തെളിവിനായി എടുക്കാം, പക്ഷേ അത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കില്ല സഹോദരി. നിങ്ങൾക്ക് മാന്യമായി പരാതി കൊടുക്കാമായിരുന്നു. ആ വീഡിയോയിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ. അല്ലാതെ ഇതാണോ നീതി കിട്ടാനുള്ള വഴി? എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ നീതി കിട്ടിയോ? സോഷ്യൽ മീഡിയയിൽ കയ്യിൽ കിട്ടുന്നതെന്തും പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്നാലോചിക്കുക, അപ്പുറത്ത് നിൽക്കുന്നവനും ഒരു ജീവിതമുണ്ടെന്ന്.